ട്രോളിംഗ് നിരോധനം ജില്ലയിൽ കർശനമായി നടപ്പാക്കാനൊരുങ്ങി ജില്ലാ ഭരണകൂടം. മുന്നൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിനായി ADM-CS രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധന കാലയളവിൽ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനം നടത്തുന്നതിനും കർശന വിലക്കുണ്ടായിരിക്കും. ജൂൺ 9 അർദ്ധരാത്രി 12 മുൻപായി എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കണം. നിരോധനം അവസാനിക്കുന്ന ജൂലൈ 31 അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളൂ. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ ജൂൺ 9 മുൻപായി കേരള തീരം വിട്ടുപോകേണ്ടതാണെന്ന് യോഗത്തിൽ ADM അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഒരു കാരിയർ വള്ളം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. 2 വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് അല്ലെങ്കിൽ ഡബിൾ നെറ്റ് ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ലംഘിച്ചാൽ 1980 കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. വളർച്ചയെത്താത്ത ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് ശിക്ഷാർഹമാണ്. എല്ലാ യാനങ്ങളിലും രജിസ്ട്രേഷൻ മാർക്ക് ഉണ്ടായിരിക്കണം. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന യാനങ്ങൾ മതിയായ സുരക്ഷാ ഉപകരണങ്ങളും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകളും കരുതേണ്ടതാണെന്ന് ADM അറിയിച്ചു. മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സേവനം നൽകുന്നതിനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. കടൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി പൊന്നാനി, താനൂർ കേന്ദ്രങ്ങളിലായി 2 റെസ്ക്യൂ ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ബോട്ടിലും 3 ജീവനക്കാർ ഉൾപ്പെടെയുള്ള ക്യാപ്റ്റന്മാരും ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി 8 സീ റെസ്ക്യൂ ഗാർഡുമാരും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. എഡിറ്റർ ലൈവ്, മലപ്പുറം.